ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ധനകാര്യ ബിൽ 2026 ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ മറുപടി നൽകി. 2025 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബില്ലും ലോക്സഭ പരിഗണിച്ചു. 2026 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിനുള്ള പ്രമേയം കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി ഹർഷ് മൽഹോത്ര രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ രാജ്യസഭ ഇപ്പോൾ പരിഗണിക്കുകയാണ്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു. പ്രതിപക്ഷ പാർട്ടികളുമായി നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനാണ് പാർലമെന്റ് സമുച്ചയത്തിൽ വൈകുന്നേരം യോഗം ചേരുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. മുതിർന്ന നേതാക്കളടക്കം എത്തിച്ചുള്ള പ്രചാരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു പോവുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഈ മാസം 29 തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. ഏപ്രിൽ ആദ്യവാരത്തിൽ രണ്ടാം ഘട്ട പ്രചരണത്തിനായി അദ്ദേഹം വീണ്ടും സംസ്ഥാനത്തെത്തുമെന്നും BJP നേതൃത്വം അറിയിച്ചു. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തും. മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് എന്നീ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന UDF പ്രചാരണ പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VD സതീശൻ ഇന്ന് ഒറ്റപ്പാലത്ത് പ്രചാരണം നടത്തി. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി നാളെ കോഴിക്കോട് റോഡ് ഷോയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. നാളെ വരെയാണ് പത്രികകൾ പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലേക്കും അടുത്ത മാസം 9 വോട്ടെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ്. പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതുമായ നിരവധി URLകൾ ഇതിനകം നീക്കം ചെയ്തതായും നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ ഉൾപ്പെട്ട സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം 26ാം ദിവസത്തിലേക്ക് കടന്നു. മേഖലയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനോടൊപ്പം നയതന്ത്ര നീക്കങ്ങളും ശക്തമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാന് മുന്നിൽ ഇടനിലക്കാരിലൂടെ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുക, ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ നിർത്തിവെക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. നിർദ്ദേശങ്ങളുമായി ഇറാൻ സഹകരിച്ചാൽ മേഖലയിൽ 1 മാസത്തെ വെടിനിർത്തലും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടെ 2000 സൈനികരെ ദ്രുത പ്രതികരണ സേനയുടെ ഭാഗമായി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ US നടപടി സ്വീകരിച്ചു. അതേസമയം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ടെൽ-അവീവിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ലബനൻ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകി. തെക്കൻ ലബനനിൽ ഇസ്രയേൽ സേന നടപടിയിൽ മരണസംഖ്യ ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന കണക്ഷനുകളുടെ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് കാലാവധി 45 ദിവസമായി നീട്ടിയെന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിലെ നിർദ്ദേശങ്ങളിൽ മാറ്റമില്ലെന്നും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും എന്ന ബുക്കിംഗ് കാലാവധി തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ആവശ്യത്തിന് പാചകവാതക സിലിണ്ടർ ലഭ്യമാണെന്നും ഉപഭോക്താക്കൾ പരിഭ്രാന്തരായി ബുക്ക് ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭാരത് പെട്രോളിയം ലിമിറ്റഡ്. രാജ്യത്ത് ആവശ്യത്തിന് ഇന്ധന ശേഖരമുണ്ടെന്നും വിതരണ ശൃംഖല തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതായും BPCL വ്യക്തമാക്കി. വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഇന്ധന കേന്ദ്രങ്ങളിൽ അനാവശ്യ തിരക്ക് പാടില്ലെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.